119 സങ്കീർത്തനം 98 വാക്യം. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ ഒരു കാര്യം എന്താണ്? ശത്രുക്കളെക്കാളും എന്നെ ബുദ്ധിമാനാക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമേറിയ കാര്യമാണ്. കാരണം ധാരാളം ശത്രുക്കൾ നമുക്കുണ്ട്. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ സാത്താൻ ഉപയോഗിക്കുന്ന ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, ചില രോഗാവസ്ഥകൾ, ഇവയൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. പക്ഷേ ഈ ശത്രുക്കൾ നമ്മുടെ നോട്ടത്തിൽ അവർ ബുദ്ധിമാന്മാരായിരിക്കാം, ലോകപ്രകാരം അത് ബുദ്ധിമാന്മാരായിരിക്കാം, അതുപോലെ അവർക്ക് നല്ല റിസോഴ്സസ് ഉണ്ടായിരിക്കാം, നല്ല കഴിവുകൾ അവർക്കുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മളതിൽ ഭ്രമിച്ചു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബുദ്ധിമാനായി തീരും. കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ നമുക്കറിയാം, പലപ്പോഴും യേശുക്രിസ്തുവിന് ശത്രുക്കൾ കൂടുതലാണ്. അന്നത്തെ സാദൂക്യർ അവൻ്റെ ശത്രുക്കളായിരുന്നു, പരീശന്മാർ അവൻ്റെ ശത്രുക്കളായിരുന്നു, അന്നത്തെ പുരോഹിത വർഗം യേശുവിൻ്റെ ശത്രുക്കളായിരുന്നു, റോമൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും യേശുവിൻ്റെ ശത്രുക്കളായിരുന്നു. പക്ഷേ അതിന് നടുവിൽ യേശു പിതാവിൻ്റെ വചനത്താൽ അവൻ ബുദ്ധിമാനായി തീർന്നു. ഒഴിയേണ്ട സ്ഥാനത്ത് ഒഴിഞ്ഞു. യേശുവിൻ്റെ സംസാരം പലപ്പോഴും അവരെ തോൽപ്പിച്ച് കളയുന്നതായിരുന്നു. യേശുവിൻ്റെ സംസാരത്തിൽ പലപ്പോഴും അവർ വിസ്മയിച്ചു പോയെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവസാനമായി യേശുവിനെ ശിക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോൾ കോടതിയുടെ മുമ്പിലും പുരോഹിത വർഗത്തിൻ്റെ മുമ്പിലും അവൻ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മൗനം പോലും ശത്രുക്കളെ തോൽപ്പിക്കുന്നതായിരുന്നു. കാൽവരിയുടെ ആ കൊലക്കളത്തിൽ കർത്താവ് യേശുക്രിസ്തു 2 കരങ്ങളും വിരിച്ച് തൻ്റെ കാലുകൾ നീട്ടി നമുക്ക് വേണ്ടി യാഗമായി തീരുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ അവൻ മുറുകെ പിടിച്ചു. എന്താ സംഭവിച്ചത്? 3-ാം ദിവസം കല്ലറകളെ വിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് ദൈവം നമുക്ക് തരുന്ന ബുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില സ്ഥാനങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉപദേശിച്ച് നിങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നത് ഒന്നും നിങ്ങൾക്ക് ദോഷകരമായി തീരത്തില്ല, മറിച്ച് അതെല്ലാം നിങ്ങൾക്ക് നന്മയായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ശത്രുക്കളെക്കാളും അവൻ ബുദ്ധിമാനായി മാറും.